നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. അവൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വരെ ഇത് തുടരാനാ എന്റെ തീരുമാനം. ധനുഷ് എനിക്ക് വേണ്ടി അവിടെ അനുഭവിക്കുന്നതിന് പകരമായി ധനുഷിന് വേണ്ടി ഞാൻ ഇവിടെ സ്വയം തീരുവ. ഞാൻ എവിടെ നിന്ന് ഇറങ്ങിക്കോട്ടെ. തുടങ്ങാം നമുക്ക് പോരാട്ടത്തിന്റെ രണ്ടാം പകുതി. എന്റെ ഭർത്താവിനെ കൊന്നവനെ കാണുന്ന മാത്രയിൽ തന്നെ കൊല്ലാൻ നടന്നവളാ ഞാൻ. ഇപ്പൊ എനിക്കതിനെ സാധിച്ചില്ല. ഇവനിവിടുന്ന് ഇറങ്ങുന്ന അന്ന് ഞാനിവനെ തീർക്കും. നിന്റെ മുഖം എന്താ വല്ലാതിരിക്കുന്നേ? നിന്നെ വന്നൊന്ന് കാണണമെന്നും സംസാരിക്കണമെന്നും എപ്പോഴും ആലോചിക്കും. പറയാൻ മറ്റൊന്നും ഇല്ലാതിരുന്നുകൊണ്ടാ ഇങ്ങോട്ട് വരാതിരുന്നത്. പിന്നെ നീ അല്പ സമാധാനത്തിനേട്ട. അതെ, കുറച്ചു നേരമെങ്കിൽ കുറച്ചു നേരം എല്ലാം മറന്ന് സമാധാനത്തോടെ എനിക്കൊന്ന് ഉറങ്ങണമെങ്കിൽ ഇപ്പൊ ഇതില്ലാതെ പറ്റില്ല. സമാധാനത്തിന് വേണ്ടി നീ തിരഞ്ഞെടുത്ത വഴിയാണോ ഇത്? അതിന് മാത്രം എന്താ നിന്റെ പ്രശ്നം? പ്രശ്നം ഇവിടെ എല്ലാരും മറന്നു തുടങ്ങിയത് തന്നെയാ ഇപ്പൊ എന്റെ പ്രശ്നം. ആ പ്രശ്നത്തിന്റെ പേര് ധനുഷ് എന്ന. എനിക്ക് വേണ്ടി ജയിലിൽ കിടക്കുന്ന ധനുഷ്. നീ ഇപ്പോഴും അതോർത്ത് ജീവിക്കുകയാണോ? അതും ഇത്രയൊക്കെ അറിഞ്ഞിട്ടും? നന്ദേട്ടൻ പറയുന്നത് അർച്ചനേട്ടത്തി ധനുഷിനെതിരെ നിരത്തിയ കുറ്റങ്ങളല്ലേ? അതൊന്നും അവൻ ചെയ്തിട്ടില്ല നന്ദേട്ട. അർച്ചനേട്ടത്തി മനഃപൂർവ്വം ഉണ്ടാക്കിയ കഥകൾ അതൊക്കെ. അന്ന് ഞാൻ അവനെ കാണാൻ പോയപ്പോ എല്ലാ സത്യങ്ങളും അവൻ എന്നോട് പറഞ്ഞു. ആ പാവത്തിന് ഇനിയും ശിക്ഷിച്ച നമ്മൾ ആരും ദൈവത്തിന്റെ കോടതിയിൽ നിന്ന് രക്ഷപ്പെടില്ല. ആ കുറ്റബോധം കൊണ്ട ഞാൻ കുടിക്കുന്നത്. അവൻ എന്റെ മുമ്പിൽ വന്ന് നിൽക്കുന്നത് വരെ ഇത് തുടരാനാ എന്റെ തീരുമാനം. ധനുഷ് എനിക്ക് വേണ്ടി അവിടെ അനുഭവിക്കുന്നതിന് പകരമായി ധനുഷിന് വേണ്ടി ഞാൻ ഇവിടെ സ്വയം തീരുവ. ഞാൻ കുറെ ആലോചിച്ചു, പല രീതിയിൽ പലവട്ടം. ആ ആലോചനയിൽ നിന്ന് എനിക്ക് മനസ്സിലായത് സ്നേഹിക്ക് ഒരിക്കലും ധനുഷില്ലാതെ ജീവിക്കാൻ പറ്റില്ലെന്ന്. എന്റെ ഏത് ആഗ്രഹവും സാധിച്ചു തരാന്ന് അന്ന് നന്ദേട്ടൻ പറഞ്ഞില്ലേ? എന്റെ ഒരാഗ്രഹം കൂടി നന്ദേട്ട സാധിച്ചു തരണം. ധനുഷിനെ പുറത്തിറക്കി തരണം. എനിക്ക് അവനില്ലത് പറ്റില്ല നന്ദേട്ട. എന്നൊന്ന് മനസ്സിലാക്ക്. നമുക്ക് ഈ വിഷയം നാളെ സംസാരിക്കാം. ഇപ്പൊ ഇതിനെ കുറിച്ച് സംസാരിച്ചാ ശരിയാവത്തില്ല. നീ കിടന്നുറങ്ങ്.
എനിക്ക് മനസ്സിലായി നന്ദേട്ടൻ എന്താ ഇങ്ങനെ പറഞ്ഞെന്ന്. ഞാൻ ഫിറ്റാന്ന് കരുതിയിട്ടല്ലേ? എന്നാ നാളെ ഞാൻ പറയാൻ പോകുന്നത് ഇത് തന്നെയാ. മദ്യത്തിന്റെ അബോധാവസ്ഥയിലല്ല നന്ദേട്ട ഞാൻ ഈ സംസാരിക്കുന്നേ. എനിക്ക് അവൻ അത്രയ്ക്ക് ഇഷ്ടമായതുകൊണ്ടാ ഞാൻ ഇങ്ങനെ നിന്ന് പറയുന്നേ ഉള്ളൂ. സത്യം പറഞ്ഞ മനസ്സ് നുറുങ്ങിപ്പോകുന്നുണ്ട്. ഞാൻ പറഞ്ഞിട്ടാണെങ്കിൽ ഇവിടെ ആർക്കും മനസ്സിലാവുന്നില്ല. പിന്നെ എങ്ങനെയാ എല്ലാരും എന്റെ മനസ്സ് കാണുന്നേ? ഞാൻ കോളേജിലൊക്കെ പഠിക്കുന്ന സമയത്ത് ഫ്രണ്ട്സ് എന്നെ കളിയാക്കാറുണ്ട്, 3 ആങ്ങളമാരുടെ പൊന്നു പെങ്ങളെന്നൊക്കെ പറഞ്ഞിട്ട്. അന്നത് കേട്ട് ഞാൻ കുറെ അഹങ്കരിച്ചിട്ടുണ്ട്. അതിന്റെ ശിക്ഷയാണെന്ന് തോന്നുന്നു ഇപ്പൊ ഈ കിടന്ന് അനുഭവിക്കുന്നത്. ഈ നിമിഷം വരെ എന്നെ കുറ്റപ്പെടുത്താനല്ലാതെ ആരും ഇങ്ങോട്ട് വന്നിട്ടില്ല. അതിൽ കുറച്ചെങ്കിലും എന്നോട് ദേഹ കാണിക്കുന്നത് നന്ദേട്ടന. അതുകൊണ്ടാ എന്റെ ആവശ്യം ഞാൻ നന്ദേട്ടനോട് പറയുന്നത്. എനിക്ക് അവനെ വേണം നന്ദേട്ട. അവനില്ലാതെ എനിക്ക് പറ്റില്ല. എന്നൊന്ന് മനസ്സിലാക്ക്. ഞാൻ നന്ദേട്ടന്റെ കാല് പിടിക്കാം. അവൻ ജയിലിൽ കിടക്കുന്ന ഓരോ നിമിഷവും തകരുന്നത് ഞാന്. അവനില്ലെങ്കിൽ എന്റെ ജീവിതത്തിൽ വേറെ ഒന്നുമില്ല. അവനെ കാണുന്നതാ എന്റെ സന്തോഷം. അവന്റെ ഒപ്പമുള്ള ജീവിതം എന്റെ സമാധാനം. ജയിലിൽ പോയി അവനെ കണ്ടില്ലായിരുന്നെങ്കിൽ ഒന്നും ഞാൻ അറിയില്ലായിരുന്നു. എല്ലാവരെയും പോലെ മനസ്സിൽ അവനെയും ശപിച്ച് ഞാൻ കഴിഞ്ഞുകൂടുമായിരുന്നു. ഞങ്ങളുടെ സ്നേഹത്തിന്റെ ശക്തി കൊണ്ട് ഈശ്വരന എല്ലാം എനിക്ക് ബോധ്യപ്പെടുത്തി തന്നത്. ഇനി അവനെ ഞാൻ മനസ്സിലാക്കിയില്ലെങ്കിൽ ഞാൻ അവനെ സ്നേഹിക്കുന്നതിൽ എന്തർത്ഥമുള്ള? അതിലും ഭേദം ഞാൻ മരിക്കുന്നതാ. ഈ മദ്യത്തിന്റെ ധനുഷിനോടുള്ള സ്നേഹത്തിന്റെ ബലം മതി എനിക്കതിന്. കോടതിയിൽ കൊണ്ടുവരുമ്പോ ജാമ്യം കിട്ടുമെന്ന അവൻ എന്നോട് പറഞ്ഞ്. പക്ഷെ അതിനുവേണ്ടി വക്കീലിനെ ഏർപ്പാടാക്കാനൊന്നും ആരില്ലെന്നും പറഞ്ഞു. അവൻ അനാഥനാ നന്ദേട്ട, ആരുമില്ലാത്തവനാ. പക്ഷെ അവന് ഞാനുണ്ടെന്ന് ഉറപ്പ് കൊടുത്തിട്ടാ ഞാൻ ജയിലിൽ നിന്ന് വന്നത്. ആ ഉറപ്പ് പാലിക്കാൻ പറ്റാതെ വന്ന എന്റെ ധനുഷിനെ ശിക്ഷിച്ച് അവൻ തിരികെ ജയിലിലെത്തുന്നതിന് മുമ്പ് നന്ദേട്ടന്റെ സ്നേഹമോൾ ആത്മഹത്യ ചെയ്യും. ഇത് മദ്യത്തിന്റെ ലഹരിയിൽ ഞാൻ പറയുന്നതല്ല. ഞാൻ ചെയ്യൂന്ന് പറഞ്ഞാൽ ചെയ്തിരിക്കും. ധനുഷിന് വേണ്ടി ആകുമ്പോ ഒരു കുറ്റബോധം ഇല്ലാതെ ഞാനത് ചെയ്യും. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.